വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് സ്റ്റോറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ വന്നതാട്ടോ. അപ്പോഴാണ് ഈ വോർ അതൊക്കെ കേട്ട് ഭയങ്കര ടെൻഷനൊക്കെയാണ് കേട്ടോ. റൈറ്റ്, എന്നാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ട് നാട്ടിൽ വന്നിട്ട്, പക്ഷേ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കും എപ്പോഴും. ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോസ് എടുക്കാനേ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ മുട്ടം വരെ പോവാണ്. എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മുട്ടം വരെ പോവാ കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. ഞങ്ങൾ മുട്ടം വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. മുട്ടം ഇടുക്കി ജില്ലയിലാണ്. അപ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. പിന്നെ എൻ്റെ കസിൻസിൻ്റെ സറൗണ്ടിങ്സും ആ ഏരിയയൊക്കെ കാണിക്കാം കേട്ടോ. അടിപൊളി. അങ്ങനെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിയും അങ്കിളും അമ്മയും അച്ഛനും പിന്നെ ഞാനും. അനിയനില്ലായിരുന്നു, അവൻ ജോലിക്ക് പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്കിളെയും പിക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ. പോകുന്ന വഴിക്ക് എല്ലാം പൈനാപ്പിൾ തോട്ടങ്ങളും കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോട്ടയം സൈഡൊക്കെ വന്നാൽ മൊത്തം അത് തന്നെയല്ലേ, പൈനാപ്പിളും പിന്നെ റബ്ബറും എല്ലായിടത്തും റബ്ബർ കൃഷിയൊക്കെ ആയിരിക്കുമല്ലോ. പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കാണിക്കാവേ. ഇതാണ് ചൂൾ സിറ്റി കേട്ടോ. നിങ്ങൾ പാലാട്ട് മുട്ടം പോകുന്ന വഴിക്ക് ഒരു ചൂൾ സിറ്റി എന്ന് പ്ലേസ് ഉണ്ട്. കുറേ ചൂലും കൊട്ടകളും ഒക്കെ വിൽക്കാൻ കിട്ടും കേട്ടോ. കാണാൻ ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ലേ അവിടെ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂൾ സിറ്റിന്ന് ചൂലൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇതാണെങ്കിൽ മുട്ടമിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. പോകുന്ന വഴിക്കും ഇഷ്ടംമാതിരി ഇങ്ങനത്തെ കൃഷികളൊക്കെ കേട്ടോ. ആ പള്ളി കണ്ടോ? ആ പള്ളി കാണുമ്പോൾ എനിക്കറിയാം ഓൾമോസ്റ്റ് എത്താറായിരുന്നു കേട്ടോ. നമ്മൾ മലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണേ മുട്ടത്തോട്ട്. അപ്പം താഴോട്ട് ഇറങ്ങി വരുമ്പം ഈ പള്ളി കാണാം കേട്ടോ. അങ്ങനെ മുട്ടം എത്തി. ഇതേ റൈറ്റ് സൈഡ് പോയാൽ മൂലമറ്റ റോഡാണേ. നേരെ പോയാൽ കോടതി റോഡ് എന്ന് പറയൂ കേട്ടോ. ഞങ്ങളുടെ കസിൻ്റെ വീട് ആ കോടതി റോഡിലാട്ടോ. ഞങ്ങൾ എപ്പോഴും ഈ വഴി എനിക്ക് നല്ല പരിചയമാണ്. കാരണം റൈറ്റ് സൈഡിൽ പോയാലും എൻ്റെ ആൻറ്റിയുണ്ട്, അമ്മയുടെ ചേച്ചിയുണ്ട്. നേരെ പോയാൽ പപ്പായുടെ പെങ്ങളും കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടം വരെ എത്തിട്ടോ. ഇതെന്റെ കസിനാണ്. ഈ കസിന്റെ വീട്ടിലാണ് ഞാൻ വന്നത് കേട്ടോ. റെന്നിയാണ്. നമ്മുടെ മുട്ടം ചാനലുള്ള ആളാട്ടോ. ഫേസ്ബുക്കിൽ ചാനലുണ്ട്. യൂട്യൂബിലുണ്ടോ? അപ്പൊ യൂട്യൂബിലും ഉണ്ട് കേട്ടോ. എത്രയാ? വലിയ ആളാണ് കേട്ടോ. ഇപ്പം നമ്മളെ കട്ട് 35,000 ഫേസ്ബുക്കിലോ? ഓക്കെ. അപ്പം ഒരാൾ എൻ്റെ അമ്മയാണത് കൈ വീശുന്നത് ബാക്കി കൂടെ. അപ്പം സോ ഗൈസ് ഇതാണ് കേട്ടോ വീട്. എൻ്റെ കസിൻ അനുവും അത് റെന്നിയാട്ടോ. അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തോ ചർച്ചകൾ നടത്തുവാണ്. അങ്ങനെ ഞങ്ങൾ ആൻറ്റിനെ അങ്കിളിനെ കണ്ട്. ആ നിൽക്കുന്നതാണ് എൻ്റെ ആൻറ്റിയുടെ സ്നേഹപ്രകടനം കേട്ടോ അത് കാണുന്നത്. ആൻറ്റി ഭയങ്കര സ്നേഹം ആരോടും വന്നാലും ഭയങ്കര സ്നേഹമൊക്കെ ആട്ടോ. ആൻറ്റിക്ക് ഇത്തിരി വയ്യാത്തതാ കേട്ടോ. ആൻറ്റിക്ക് സ്ട്രോക്കൊക്കെ വന്നായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വന്നതാണ്. അത് അങ്കിളിനും വയ്യായിരുന്നു കേട്ടോ. അങ്കിളും കുറച്ച് നാളായിട്ട് വയ്യാതിരിക്കുന്നതാണ് കേട്ടോ. ഈ ഓടൊക്കെ എനിക്ക് കിട്ടിയതാട്ടോ. എന്തിനാണെന്നറിയില്ല. ഏതായാലും കുറച്ച് ഓടൊക്കെ വീട്ടിലിരിപ്പുണ്ട്. എനിക്ക് വേണ്ട ആൻറ്റി. അനുമോളെ എവിടെയാടി? അവിടെ പണ്ടൊക്കെ ഇത് വരത്തില്ലായിരുന്നോ? മലങ്കര കമ്പനിയുടെ ഹെലികോപ്റ്റർ. അവിടെ മൊത്തം റബ്ബർ തോട്ടം കേട്ടോ. റബ്ബർ എസ്റ്റേറ്റ് ആണ് അല്ലേ? അത് മൊത്തം റബ്ബർ എസ്റ്റേറ്റ് അല്ലേ? പിന്നെ ഇതും റബ്ബറാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ അനു. കോഴിക്കോടിന് വന്നതാണ്. അപ്പം ഇവനാണ് അനുവിന്റെ കൊച്ച് അപ്പൂസ്. അനുവിന്റെ ചിരി വന്നിട്ട് മേല കേട്ടോ. അവിടെ നാളെ നമുക്ക് മലബറിക്കല്ലേ, പോയി പറിച്ചാലോ? ചെറുപ്പത്തിൽ ഇഷ്ടമാതിരി കഴിക്കാൻ മലബറിക്ക. എന്റെ ഫേവറേറ്റാണ് മലബറിപ്പഴം. പറിക്കാവേ. മലബറി കഴിക്കാറുണ്ടോ? മലബറി അത് കഴിഞ്ഞ് ബാക്കി ചായ വന്നിട്ട് കുടിക്കാൻ. മലബറിക്ക് പഠിച്ചിട്ട് വിട്ടെ. അമ്മയൊക്കെ അടിച്ചു വിടുവാണല്ലോ.
മോഡൽ ഇല്ലാതെ കുഴപ്പമില്ല എനിക്ക്. നീ പോവല്ലേ? അതിന് പോല സ്റ്റെപ്പ് കൊണ്ട് കൊണ്ടുവന്നേക്കുന്നേ. പാമ്പൊക്കെ കാണുന്നുള്ളൂ. പാമ്പുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് ആദ്യം പോയിക്കോ. ഓഹോ വാ. ഇതാണ് നീറ്. നീർ ഇത് ഉറുമ്പൻകൂടാണേ. ഒന്ന് തൊട്ടാല് ഓ മൈ ഗോഡ്. ഇത് നോക്കി മൾബറി പഴുത്തിരിക്കുന്നതിന് നോക്കിയേ. സൂപ്പർ. എടി ഒരു കൂട് കൊണ്ടുവരാവോടി. ഇത് സൂപ്പർ ആട്ടോ. കൊറേ ഉണ്ട്. ഇവിടെ ഇതൊന്ന് കാണിച്ചേ അവർക്ക്. എത്ര മാത്രം മൽബറിക്കാൻ നോക്കി. കൊറേ ഉണ്ട് കേട്ടോ. ആരും പറിക്കുന്നില്ലെന്ന് തോന്നും. വാവ് മൈ ഫേവറേറ്റ്. അപ്പൂസേ കഴിച്ചു നോക്കി. അപ്പൂസ് വേണ്ട. അടിപൊളി. നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല മധുരമാണ്. ഇത് നല്ല പഴുത്ത് കഴിക്കണം കേട്ടോ. ഈ പഴുത്തുന്ന കേട്ടോ നല്ല മധുരം. ഇത് എങ്ങനെ കാവുണ്ടല്ലോ ഈ സംഭവം. അതിന് അത്രയും മധുരമില്ല കേട്ടോ. ഇത് പുളിയാണ്. കഴിക്കുമ്പോൾ ഇത് ബ്ലാക്കിഷ് ആയിട്ട് കഴിക്കണം കേട്ടോ. സൂപ്പറാണ്. സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും മധുരം വെച്ചാൽ ഒരു ഹണി ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ ഇവിടെ കുറെ കഴിക്കാന്ന് കേട്ടോ. പക്ഷെ അന്നൊക്കെ കുറെ പേര് ആളുകൾ പറിച്ചിട്ട് പോവായിരുന്നേ. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും ഇല്ലായിരുന്നു. അടിപൊളി. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഈ മൽബറിക്ക് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പക്ഷെ നമുക്കൊരു നൊസ്റ്റു അല്ലേ, നമ്മൾ എല്ലാ പ്രാവശ്യവും ഹോളിഡേയ്സ് വരുമ്പം ഇങ്ങനത്തെ മൽബറിക്ക് കഴിക്കുന്നത് അല്ലേ. അത് എല്ലാ പ്രാവശ്യവും അനുവും കാണും കേട്ടോ എൻ്റെ കൂടെ ഇവിടെ വരുമ്പോൾ. അതൊരു എന്താ പറയുക നല്ലൊരു മൂമെന്റ് ആണ് കേട്ടോ എല്ലാ കസിൻസിന്റെ കൂടെയൊക്കെ. അപ്പം നമ്മൾ കുറച്ച് പറിച്ച് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ആൻ്റണി അങ്കിളിൻ്റെയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു കേട്ടോ. നമ്മൾ പോകുന്നത് ഇപ്പം എങ്ങോട്ടെന്നറിയാമോ? മലങ്കര ഡാം കാണാനാണ്. നേരം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മലങ്കര ഡാമിലോട്ട് ഇറങ്ങിയേ. നമ്മളിപ്പോൾ ഉള്ളത് മലങ്കര ഡാമിലാട്ടോ. നമ്മൾ അകത്തോട്ട് പോവാണേ. നമ്മൾ സോ ഗൈസ് ഇതാണ് കേട്ടോ മലങ്കര ഡാം. ഇത് മൂലമറ്റം നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ഉണ്ടാക്കുന്നില്ലേ, അപ്പം അവിടുന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. അതിൻ്റെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല പ്ലേസ് ആട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ടം തൊടുപുഴ റൂട്ടിലാണ് താമസിക്കുമെങ്കിൽ ഇവിടെ വന്ന് അവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ മുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല അടിപൊളി പ്ലേസാണ് ഇത്. സൂപ്പറായിട്ടുണ്ട്.
അങ്ങനെ മലങ്കര ഡാമിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാട്ടോ, എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ വീട്ടിലാണ്. അത് കോളപ്പുര എന്ന പ്ലേസ് ആട്ടോ, 7 മൈലിനൊക്കെ പറയുവേ. ഈ വഴിയാണെങ്കിൽ മൂലമറ്റം പോകുന്ന വഴിയാണ് കേട്ടോ. പിന്നെ ഇതിലേ നമുക്ക് ഇടുക്കിക്കും പോവാവേ, ഇടുക്കി റോഡോടെയാണ് കേട്ടോ. മുട്ടത്തിന് ഒരു 4-5 കിലോമീറ്റർ കാണത്തുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് എത്താറായി. ഈ ഒരു ആർച്ച് കാണാവോ? ഈ ആർച്ചിൻ്റെ വഴി കയറിയാൽ പോണേ. ഒരു മഴക്കാലം ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടാട്ടോ റബ്ബർ വെട്ടുന്നത്. എല്ലായിടത്തും പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ടോ വെള്ളം കയറാതിരിക്കാൻ ചേട്ടയ്ക്കകത്ത്. പിന്നെ നമുക്ക് എവിടെ പോയാലും ഈ കാഴ്ച തന്നെയാട്ടോ. അങ്ങനെ ഫൈനൽ ആൻറ്റിയുടെ വീട്ടിൽ എത്തി കേട്ടോ. 2 സൈഡിലും നല്ല പൂക്കളൊക്കെ നട്ടു വെച്ചേക്കുവാണ് ആൻറ്റി കേട്ടോ. പിന്നെ അത് കണ്ടില്ലേ, കുറേ കൃഷിയൊക്കെ ഉണ്ട്. പയറൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. പയറിൻ്റെ വിളവെടുപ്പൊക്കെ തീരുതാൻ തോന്നേ. ഇത് കണ്ടോ നിങ്ങൾ, റംബൂട്ടാൻ ജസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, റെഡി ആയിട്ടില്ല. ഇനി 2-3 മാസമൊക്കെ ആവുമായിരിക്കും പറിക്കാൻ പഴുക്കാനൊക്കെ. ഞങ്ങളിവിടെ വന്നപ്പം ആൻറ്റി ഞങ്ങൾക്ക് ചക്കയും ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം മെയ് മാസം ആയതുകൊണ്ട് ചക്ക സീസണാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്കയും ചിക്കനും. നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടോ, ആൻറ്റിയുടെ വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ടാണ് ചക്ക കഴിക്കുന്നത്. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കുക കേട്ടോ. പാവം ഒത്തിരി കഷ്ടപ്പെട്ടു. ചക്ക ഉണ്ടാക്കാൻ ഈസി പണിയല്ലല്ലോ. കാരണം വെട്ടി പെറുക്കി കണ്ടിച്ച് ഉണ്ടാക്കാൻ എത്ര മണിക്കൂറെടുക്കും. അങ്ങനെ ചക്കപ്പുഴുക്കും കഴിച്ച് സന്തോഷത്തോടെ എല്ലാവരും മിണ്ടിയും പറിച്ച് സംസാരിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ആണോ? ഇത് ഒരെണ്ണം ഉണ്ട് ഇപ്പൊ വീട്ടില്, ഒരെണ്ണേ ഉള്ളു ഇപ്പം. ശരി ആൻറ്റി, ബായ്. ശരി അങ്ങളെ, ബായ് ബായ്. വരുന്നോ? ആൻറ്റി വരുവാണെങ്കിൽ രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.